പ്രിയപ്പെട്ട ആറ്റപ്പൂ, രക്ഷിതാക്കളോട് പറയുന്ന കാര്യം, ഇന്നത്തെ രാവിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ലഹരിക്കും ആഭാസത്തിനും അവരെ വിട്ടുകൊടുക്കരുത്. കാരണം കൂട്ടുകെട്ടിൽപ്പെട്ട് താൽക്കാലികമായ ഒരു ആവേശത്തിന് അവർ ഇങ്ങനെയുള്ള തിന്മയിലൊക്കെ ഏർപ്പെട്ട് ആ നിലയിൽ പിഴച്ചു പോകാൻ സാധ്യതയുണ്ട് എന്ന നിലയിലാണ് തങ്ങൾ പണ്ട് അത് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഏതായാലും 2025 വിട പറഞ്ഞ് 2026 ലോകം കിട്ടാന്ന് പറഞ്ഞാൽ ആ ദീർഘായുസ് കിട്ടല് മാത്രം വലിയ ഹൈറാന്ന് വിചാരിക്കണ്ട. എപ്പോഴാണ് ദീർഘായുസ് ഹൈറായി ഭവിക്കുന്നത്? മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നബിയെ, അയ്യുന്നാസി ഖൈറു യാ റസൂലല്ലാഹ്. നബിയെ, ആരാണ് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഖൈർ സമ്പാദിച്ചയാൾ? കൂടുതൽ ഖൈർ സമ്പാദിച്ച ആളെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. മൻ ത്വാല ഉംറുഹു, ഒരാൾക്ക് ദീർഘായുസ് കിട്ടി. പിന്നെയോ വഹസുന അമലുഹു, അയാളുടെ അമല് നന്നാവുകയും ചെയ്തു. ദീർഘായുസ് കിട്ടിയെന്ന് പറഞ്ഞ് ചുരുക്കിയില്ല, അതോടൊപ്പം അയാളുടെ അമല് നന്നാവുകയും ചെയ്തു. അമല് നന്നാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഉടനെ ഹബീബായ നബിയോട് ചോദിക്കുന്നു, അയ്യുന്നാസി ശർറു യാ റസൂലല്ലാഹ്. ആരാണ് നബിയെ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഷർറുള്ളയാൾ? ജനങ്ങളിൽ ഏറ്റവും ഷർറുള്ള ആൾ ആരാണ് നബിയെ? അതിന് ഹബീബിന്റെ മറുപടിയുടെ തുടക്കം ഇങ്ങനെയാണ്, മൻ ത്വാല ഉംറുഹു വസാഅ അമലുഹു. രണ്ട് ചോദ്യത്തിന്റെയും മറുപടിയുടെ തുടക്കം മൻ ത്വാല ഉംറുഹു, ദീർഘായുസ് കിട്ടിയ ആൾ എന്നാണ്. പക്ഷെ ഷർറിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു വസാഅ അമലുഹു, അമല് മോശായിപ്പോയി. അപ്പോൾ കേവലം ദീർഘായുസ് കിട്ടലല്ല, ആ കിട്ടിയ ദീർഘായുസ് ഇലാഹായ റബ്ബിന്റെ പൊരുത്തത്തിനായി അവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്താനുള്ള തൗഫീക്ക് കിട്ടലാണ്. സഹോദരാ സഹോദരി, ഇന്നത്തെ രാവിൽ അതിനായി ഇലാഹായ റബ്ബിനോട് നമുക്ക് ദുആ ചെയ്യാം. ജല്ല ജലാലായ അല്ലാഹ്, ഈ വരുന്ന ഒരു വർഷം പൂർണ്ണമായും നിന്റെ പൊരുത്തത്തിലായി അമലുകൾ കൊണ്ട് ധന്യമായി ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാഹ്. ആ സൗഭാഗ്യം നമ്മളിൽ എല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. ദീർഘായുസ് കിട്ടുന്നു. ആ ദീർഘായുസിൽ തസ്ബീഹും തക്ബീറും തഹ്ലീലും നല്ല കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഇങ്ങനെയുള്ള ആളുകളായിരിക്കും ആഖിറത്തിൽ ഏറ്റവും അഫ്ളലായ ആളുകൾ, ഏറ്റവും ദറജയിലുള്ള ആളുകൾ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതല്ലേ, ലൈസ അഹദുൻ അഫ്ളലു ഇൻദല്ലാഹി മിൻ മുഅ്മിനിൻ യുഅമ്മറു ഫിൽ ഇസ്ലാം വതക്ബീരിഹി വതഹ്ലീലിഹി വതഹ്മീദിഹി. എന്താ ഹദീസിന്റെ അർത്ഥം? ലൈസ അഹദുൻ, ഒരാളുമില്ല, അഫ്ളലു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും അഫ്ളലായി ഒരാളുമില്ല, മിൻ മുഅ്മിനിൻ, ഒരു മുഅ്മിനേക്കാൾ, യുഅമ്മറു, അയാൾക്ക് ദീർഘായുസ് കിട്ടുന്നുണ്ട്, ഫിൽ ഇസ്ലാം, ഇസ്ലാമിലായി മുസ്ലിമായി ദീർഘായുസ് കിട്ടി. എന്തിന്? ലിതസ്ബീഹിഹി വതക്ബീരിഹി വതഹ്ലീലിഹി വതഹ്മീദിഹി. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ യജമാനനായ റബ്ബിനെ അറിയാനും അല്ലാഹനെ വാഴ്ത്താനും പുകഴ്ത്താനും പ്രശംസിക്കാനും പ്രകീർത്തിക്കാനുമായി ദീർഘായുസ് കിട്ടുന്ന ആളേക്കാൾ റബ്ബിന്റെ അടുക്കൽ ഖൈറുള്ള മറ്റൊരാളുമില്ലെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് ഈ ഒരു കൊല്ലമായിട്ട് 2025 കഴിഞ്ഞു. ഹിജറ കലണ്ടർ പ്രകാരം തുടക്കം ജനുവരി അല്ല, ഒടുക്കം ഡിസംബർ അല്ല. എന്നാലും ലോക തലത്തിൽ ഇപ്പോൾ മൊത്തത്തിൽ അങ്ങനെയാണല്ലോ നമ്മൾ നിശ്ചയിക്കുന്നത്. ഈ കണക്ക് നോക്കിയിട്ട്, ഈ കലണ്ടർ നോക്കിയിട്ട്
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ 2026 അജല് അങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഖബറിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയാൽ ഒരല്പം പോലും ഒരിക്കലും തിരിച്ചു കിട്ടാത്തതും മരിച്ചു പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ ഒരല്പം പോലും കിട്ടാത്തതുമായൊരു അനുഗ്രഹമേതെന്ന് ചോദിച്ചാൽ സമയാണ്. ഓരോ ദിവസവുമാണ് നമ്മുടെ ജീവിതം, സമയമാണ് നമ്മുടെ ജീവിതം. അതിൻ്റെ ഒരു മൂല്യം തീർച്ചയായും നമ്മൾ തിരിച്ചറിയണം. അവസാന സമയത്ത് പടച്ചോനെ ഒരു കുറച്ച് നേരം കൂടി പിന്തിച്ചു തരുമോ എന്ന് ചോദിച്ചു ആവർത്തിച്ചാവശ്യപ്പെട്ടു. ഒരല്പം കൂടെ ദീർഘായുസ് വേണം, എൻ്റെ കാര്യത്തിനല്ല. ഇതാ ഈ ബൈത്തുൽ മുഖദ്ദസിന്റെ പണി ഇവിടെ നടക്കുന്നുണ്ട്. ജിന്നുകളെയും പിശാചുക്കളെയും ആ പണി പൂർത്തിയാക്കാൻ ഞാൻ ഏൽപ്പിച്ചതാണ്. ഞാൻ പെട്ടെന്ന് മരണപ്പെട്ടു പോയാൽ അവറ്റങ്ങൾ ആ പണി നിർത്തിപ്പോകും. അള്ളാഹുവിന്റെ മസ്ജിദിന്റെ നിർമ്മാണം പൂർത്തിയാവാതെ ഇവിടെ ബാക്കിയാകും. എന്നെ പേടിച്ചിട്ടാണ് താല്പര്യത്തോടുകൂടെ ഈ പണി അവർ ചെയ്യുന്നത്. അതുകൊണ്ട് മലക്കുൽ മൗത്ത് കുറച്ചൊന്ന് നീട്ടിത്തരാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടൂ എന്ന് ആവർത്തിച്ച് പറഞ്ഞു മഹാനായ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മലക്കുൽ മൗത്ത് പറഞ്ഞു, എനിക്കേതായാലും സ്വന്തമായൊരു തീരുമാനം എടുക്കാൻ പറ്റൂല, ഞാൻ അള്ളാഹുവായിട്ടൊന്ന് മുഷാവറ ചെയ്യട്ടെ. ചെന്നു, അള്ളാഹുവിനോട് മുഷാവറ ചെയ്തു. തിരിച്ചു വന്നിട്ട് പറഞ്ഞു, സുലൈമാൻ നബിയെ പറ്റൂല എന്നാ പറയുന്നത്, ഇപ്പൊ തന്നെ റൂഹ് പിടിക്കണം എന്നാ പറയുന്നത്. സുലൈമാൻ നബി പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല ദീർഘായുസ് ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ ഈ ഭവനത്തിന്റെ പണി പൂർത്തിയാകണം. അപ്പോൾ മലക്കുൽ മൗത്ത് പറഞ്ഞു, അതിനൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ഈ വടിയും കുത്തി പിടിച്ചോണ്ട് നിൽക്കല്ലേ, നിങ്ങൾ അങ്ങനെ തന്നെ നിന്നോളൂ. റൂഹ് ഞാൻ മെല്ലെ പിടിച്ചെടുക്കാം, റൂഹ് ഞാൻ പിടിച്ചു കൊണ്ടുപോകും, മരണം കണക്കാക്കിയ സമയത്ത് തന്നെ നടക്കും. ആ ജിന്നും പിശാചൊക്കെ നിങ്ങൾ മരിച്ചിട്ടില്ല എന്ന് വിചാരിച്ചോളും. ആയിക്കോട്ടെ, എന്നാ ശരി, അങ്ങനെയാവാന്ന് പറഞ്ഞ സമയത്ത് തന്നെ മലക്കുൽ മൗത്ത് റൂഹിനെ പിടിച്ചെടുത്തു. ഇതെവിടുന്നോ എന്തോ കഥ പറയല്ല, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ആയത്തിന്റെ നസ്സാണ്. അല്ലാഹു പറയാൻ, ഫലമ്മാ ഖലൈനാ അലൈഹിൽ മൗത്ത് മാ ദല്ലഹും അലാ മൗതിഹി ഇല്ലാ ദാബത്തുൽ അർദ് തൗകുലു മിൻ സഅതഹു ഫലമ്മാ ഖലാ അലൈഹിൽ മൗത്ത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നാം മരണത്തെ വിധിച്ചപ്പോൾ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നാം മരണത്തെ വിധിച്ചപ്പോൾ മാ ദല്ലഹും അലാ മൗതിഹി ഇല്ലാ ദാബത്തുൽ അർദ്, ആ ജിന്നുകൾക്ക് പിശാചുക്കൾക്ക് സുലൈമാൻ നബി മരണപ്പെട്ടു എന്ന വിവരം അറിയിച്ചു കൊടുത്തത് ദാബത്തുൽ അർളാണ്. എന്താ ദാബത്തുൽ അർള് എന്ന് പറഞ്ഞാൽ? ദാബത്തുൽ അർള് എന്ന് പറഞ്ഞാൽ ചതള്, ചിതളാണ്. സുലൈമാൻ നബി വഫാത്തായിരിക്കുന്നു, മരണപ്പെട്ടിരിക്കുന്നു എന്ന വിവരം ജിന്നുകളെയും പിശാചുക്കളെയും അറിയിച്ചു കൊടുത്തത്. അതെങ്ങനെ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വടിയും കുത്തിപ്പിടിച്ച് നിൽക്കായിരുന്നു. ആ വടി ചിതല് തിന്നാൻ തുടങ്ങി. ചിതല് തിന്നാൽ പിന്നെ അത് മണ്ണായി മാറും. അങ്ങനെ അത് മണ്ണായി മാറി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമായിട്ട് വീഴാൻ. അപ്പോഴാണ് തബയ്യനത്തിൽ ജിന്നു, ജിന്നുവർഗത്തിന് ബോധ്യപ്പെട്ടു, അല്ലൗ കാനൂ യഅലമൂനൽ ഗൈബ, നമുക്ക് അദൃശ്യജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണല്ലോ ആളെന്നോ മരിച്ചിട്ടുണ്ട്, നമ്മൾ വിചാരിച്ചത് മരണപ്പെട്ടിട്ടില്ല എന്നാ സംഗതി, മരിച്ചിട്ടുണ്ട്, എന്നോ ആള് മരണപ്പെട്ടു. അദൃശ്യജ്ഞാനം നമുക്കില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ നിന്ദ്യതയിൽ പെട്ടുപോയത്. فلما قضى عليه الموت ما دلهم على موته إلا دابة الأرض تأكل من سأته. ആച്ചിതൽ സുലൈമാൻ നബി കുത്തിപ്പിടി, ആ വിറക് മണ്ണായി മാറി. അങ്ങനെ ഫലമ്മാ ഖറ, സുലൈമാൻ നബി വീണപ്പോഴാണ് തബയ്യനത്തിൽ ജിന്നു, ജിന്നു വർഗത്തിന് ബോധ്യപ്പെട്ടു, അല്ലൗ കാനൂ യഅലമൂനൽ ഗൈബ മാ ലബിസൂ ഫിൽ അദാബിൽ മുഹീൻ. അദൃശ്യജ്ഞാനമില്ലാത്തത് കൊണ്ടല്ലേ എന്നോ സുലൈമാൻ ലോകം മുഴുവനും ന്യൂ ഇയർ ആഘോഷിക്കുമ്പോ, അതിനു വേണ്ടി കോടികൾ പൊടിപൊടിക്കുമ്പോ, ഇലാഹായ റബ്ബിന്റെ കലാമിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മ
ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് നൽകുന്ന സന്ദേശം എന്താണ്? ഈ ദുനിയാവ് ആഖിറവുമായി താരതമ്യം ചെയ്യുമ്പോ ഒന്നുമല്ല. ദുനിയാവിന്റെ പളപളപ്പിൽ മതിമറന്ന് ആഖിറം നഷ്ടപ്പെടുത്തരുത്. ഇതൊന്നുമല്ല. ഇത് ഉറങ്ങുന്ന മനുഷ്യൻ കാണുന്ന സ്വപ്നം പോലെയാണ്. ഏതൊരാളും സ്വപ്നം കാണുമ്പോൾ അയാൾക്കത് യാഥാർത്ഥ്യമായിട്ടാണ് ബോധ്യപ്പെടുന്നത്. ഇപ്പൊ നമ്മള് ഇതൊരു സ്വപ്നല്ലേ, എന്തിനാണിപ്പോൾ ഞാനിങ്ങനെ പേടിക്കുന്നത് എന്ന് ആ സ്വപ്നം കാണുമ്പോൾ തോന്നോ? മനസ്സിലാവണില്ലേ? സ്പീഡ് കൂടിയോ? സ്വപ്നം കാണാറില്ലേ? നല്ല സ്വപ്നം വലിയ അനുഗ്രഹം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. നല്ല നല്ല സ്വപ്നങ്ങളെ കൊണ്ട് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഇരുന്ന് സ്വപ്നം കാണരുതേ. ഇവിടെ ഇരുന്നിട്ട് ആരും ഇപ്പൊ സ്വപ്നം കാണണ്ട. ഇപ്പൊ പറയുന്നത് നല്ല പോലെ ശ്രദ്ധിക്കണം. നിങ്ങൾ ആലോചിക്കുക, സ്വപ്നം കണ്ടത് പോലെയാണ് ദുനിയാവ്. അനുഭവിക്കുമ്പോൾ ഇത് വലിയ യാഥാർത്ഥ്യമായി തോന്നും. എന്നാൽ ആളുകളൊക്കെ ഉറക്കത്തില, മരണത്തോടുകൂടെയാണ് അവർ ശരിക്കും ഉണരുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ബോധ്യപ്പെടും, പടച്ചോനെ ഞാൻ ഇതുവരെ ഒരു സ്വപ്നലോകത്ത് തന്നെയായിരുന്നു. അപ്പൊ ആഖിറവുമായി താരതമ്യം ചെയ്യുമ്പോൾ ദുനിയാവ് ഒന്നുമല്ല. ഇതൊരു ചുരുങ്ങിയ സമയമേ ഉള്ളൂ. ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ഉടനെ തന്നെ നമുക്ക് താക്കീത് കിട്ടിയിട്ടുണ്ട്. ഒരുങ്ങിക്കോ, പോകാനുള്ള സമയം അടുത്തു എന്നുള്ള മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടില്ലേ? ഉണ്ട്. അദാനുൽ മർഇ ഇൻദ തുഫ്ലിയതി വതഖീറു സ്വലാത്തി ഇലൽ മമാതി ദലീലുൻ അന്ന മഹിയാഹു ഖലീലു കമാ ബൈനൽ അദാനി ലസ്വലാത്തി. മുഅ്മിനെ ആലോചിക്കേണ്ട വചനങ്ങളാണ്. അദാനുൽ മർഇ ഇൻദ തുഫ്ലിയതി, ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് കുട്ടി പിറന്നു വീണ ഉടനെ തന്നെ കുട്ടിയുടെ വലത് ചെവിയിൽ കൊടുക്കുന്ന ബാങ്കുണ്ടല്ലോ, ഇടത് ചെവിയിൽ കൊടുക്കുന്ന ഇഖാമത്തുണ്ടല്ലോ, വതഖീറു സ്വലാത്തി ഇലൽ മമാതി, ആ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും നിസ്കാരമോ അതവന്റെ മരണത്തിലേക്ക് പിന്തിക്കുകയാണ്. ഇത് ദലീലുൻ അന്ന മഹിയാഹു ഖലീലു കമാ ബൈനൽ അദാനി ലസ്വലാത്തി. ഇതൊരു അറിയിപ്പാണ്. എന്താണ് അറിയിപ്പ്? വലത് ചെവിയിൽ ബാങ്കും കൊടുത്തു, ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുത്തു. സാധാരണ ബാങ്കും ഇഖാമത്തും കഴിഞ്ഞാൽ പിന്നെന്താ ഉണ്ടാവുക? പിന്നെ നിസ്കാരമാണ് ഉണ്ടാവുക. പക്ഷേ ഇവിടെ ഒരു നിസ്കാരം നടന്നോ? ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ഉടനെ വലത് ചെവിയിൽ ബാങ്ക് കൊടുത്തു, ഇടത് ചെവിയിൽ. അതൊക്കെ ചില അടിസ്ഥാന വിഷയങ്ങളാണ്. അതിൽ അശ്രദ്ധരാവുകയും ചെയ്യരുത്. നമ്മുടെ പൊന്നുമക്കളുടെ കാത് ആദ്യമായി ഉദ്ഘാടനം ചെയ്യുന്നത് അല്ലാഹു അക്ബർ എന്ന വചനം കൊണ്ടാവണം. മസ്തിഷ്കത്തിലേക്ക് ആദ്യം കയറുന്നത് ഈ സ്വരം തന്നെയായിരിക്കണം. അതിനനുസരിച്ച് വലിയ മാറ്റങ്ങൾ കുട്ടിയിൽ ഉണ്ടാകും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പരമാവധി അത് ശ്രദ്ധിക്കണം. അതിന്റെ യഥാർത്ഥ രൂപം എങ്ങനെയെന്ന് ചോദിച്ചാൽ, വലത് ചെവിയിൽ ആദ്യം ശരിക്കും ബാങ്ക് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം 3 തവണ വലത് ചെവിയിൽ തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് 3 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. അതിനുശേഷം വലത് ചെവിയിൽ തന്നെ അല്ലാഹുമ്മ ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം, പിശാചിൽ നിന്ന് കുട്ടിക്ക് രക്ഷ കിട്ടാനുള്ള അഭയപ്രാർത്ഥന നടത്തുക. അത് കഴിഞ്ഞതിന് ശേഷം ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കുക. ഇതാണ് പൂർണ്ണ രൂപമെന്ന് മഹാനായ ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയുടെ 9-ാം വാല്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് പൂർണ്ണ രൂപം. വലത് ചെവിയിൽ ശരിക്കും ബാങ്ക് കൊടുക്കുക. അതിനുശേഷം 3 തവണ സൂറത്തുൽ ഇഖ്ലാസ്. 3 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതി കഴിഞ്ഞാൽ 1 തവണ അള്ളാഹുവിന്റെ ഖുർആൻ മൊത്തം ഓതിയതുപോലെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് കളക്ഷൻ ഒക്കെ നടക്കും.
ഉള്ളതിനനുസരിച്ചൊക്കെ എല്ലാവരും നിയ്യത്ത് ചെയ്തിട്ട് കുടിക്കുക. പ്രത്യേകിച്ച് ഒരു പുതിയ കൊല്ലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നല്ലൊരു സ്വതക്ക കൊണ്ട് തന്നെ ആവട്ടെ. അള്ളാഹു അതിൻ്റെ ബറക്കത്ത് കൊണ്ട് ആയുസ്സിൽ കണക്കാക്കിയ, പ്രത്യേകിച്ച് ഈ വർഷത്തിൽ കണക്കാക്കിയ ബലാ മുസീബത്തൊക്കെ തട്ടി നീക്കട്ടെ. നിങ്ങൾ ഉള്ളയിൽ നല്ലൊരു കാശ് കയ്യിലെടുത്ത് വെക്കി, എന്നിട്ട് നിയ്യത്ത് ചെയ്യേ. എന്തൊക്കെയാണെങ്കിലും പടച്ചോനെ, ഇതാ 2026 ഞാനും എൻ്റെ കുടുംബവും പ്രവേശിക്കുകയാണ്. ഈ കൊല്ലത്തിൽ എന്തെങ്കിലും ആപത്തുകളോ ബലാ മുസീബത്തുകളോ മാരകമായ രോഗങ്ങളോ ചതികളോ എനിക്കോ എൻ്റെ കുടുംബത്തിനോ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ, ഈ ഖുർആന്റെ കലാമിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടി ഈ മഹിതമായ സ്ഥാപനത്തെ നിയ്യത്ത് ചെയ്ത് ഞാൻ ഈ നൽകുന്ന സംഭാവനയുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണം. ആപത്ത് ബലാ മുസീബത്തുകളൊക്കെ നീങ്ങിക്കിട്ടണം. നിയ്യത്ത് ചെയ്തിട്ട് കുടിക്കി. ഇതിലേക്ക് ഖൈറിന്റെ കരങ്ങൾ നീട്ടുന്നവർക്ക് അള്ളാഹു ബറക്കത്ത് കൊടുക്കട്ടെ. അള്ളാഹു റാഹത്ത് നൽകട്ടെ. അള്ളാഹു എല്ലാ ബലാ മുസീബത്തുകളും തട്ടി നീക്കട്ടെ. സദക്ക കൊണ്ടെല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുന്ന അള്ളാഹുവെ, മുത്ത് റസൂൽ ഞങ്ങളെ പഠിപ്പിച്ചതാണ്. ഈ ഖുർആന്റെ മജ്ലിസിൽ ഈ രാവിൽ മുഅ്മിനീങ്ങൾ ഇങ്ങനെ ഒത്തുചേർന്ന് നിൽക്കുന്ന ഈ സദക്ക എല്ലാ ഇടങ്ങാറുകളും തീർന്നു കിട്ടാൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. ഇരിക്കട്ടെ. അപ്പൊ വലത് ചെവിയിൽ ഇക്കാമത്ത് കൊടുത്തു, ബാങ്ക് കൊടുത്തു, ഇടത് ചെവിയിൽ ഇക്കാമത്ത് കൊടുത്തു. സാധാരണ ബാങ്കും ഇക്കാമത്തും കഴിഞ്ഞാൽ പിന്നെ ഉടനെ എന്തുണ്ടാവും? നിസ്കാരം ഉണ്ടാവും. പക്ഷേ ഇവിടെ പ്രസവം കഴിഞ്ഞു, ബാങ്കും ഇക്കാമത്തും കഴിഞ്ഞ് നിസ്കാരം ഉണ്ടോ? ഇല്ല. ഈ ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും നിസ്കാരം ഇതിവന്റെ മരണത്തിലേക്ക് പിന്തിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞാൽ അവനെ പള്ളിയിൽ കൊണ്ടുപോയി ഒന്നാം സഫിൽ തന്നെ വെക്കുന്നുണ്ട്. എന്നിട്ട് നിസ്കാരം നടക്കുന്നുണ്ട്. ആ നിസ്കാരത്തിനൊരു ബാങ്കോ ഇക്കാമത്തോ ഉണ്ടോ? ഇവിടെ കണ്ടാലുണ്ടോ? ഇല്ലല്ലോ. ഒരു ബാങ്കുമില്ല, ഒരു ഇക്കാമത്തുമില്ല. സാധാരണ ഒരു തറാവിഹ് ആണെങ്കിൽ പോലും ബാങ്കു ഇക്കാമത്തില്ലെങ്കിലും അതിന് അസ്സലാത്തു ജാമിയ എന്ന് പറഞ്ഞൊരു പ്രത്യേകമായ വിളിയുണ്ടാകും. അങ്ങനെ ഒരു വിളി പോലും ഈ നിസ്കാരത്തിന് ഇല്ല. ഇതാ നിന്റെ നിസ്കാരത്തിനുള്ള ബാങ്കും ഇക്കാമത്തും കൊടുത്തു കഴിഞ്ഞു. ഇനി സഹോദരാ സഹോദരി, നിസ്കാരമാണ്. അതിനുള്ള ഒരുക്കം നടത്തേണ്ടതാണ്. ഇത് ദലീലുന്നന്ന മഹിയാഹു ഖലീലു കമാ ബൈനൽ അദാനില സ്വലാത്തി. ആ ബാങ്കും ഇക്കാമത്തും കഴിഞ്ഞ് നിസ്കാരത്തിലേക്ക് ചുരുങ്ങിയ സമയമല്ലേ സ്വാഭാവികമായും ഉണ്ടാകാറുള്ളൂ. ആ ഒരു മെസ്സേജാണ് ഇതിലൂടെ നൽകുന്നതെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉള്ള സമയം അള്ളാഹുവിന്റെ പൊരുത്തത്തിലാക്കി മാറ്റാനുള്ള പ്രതിജ്ഞ എടുക്കാം നമുക്ക്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഇവിടെ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച ആളാണ് മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. നൂഹ് നബിയോട് ചോദിക്കുന്നുണ്ട്, നൂഹ് നബിയെ, നിങ്ങൾക്കെങ്ങനെയാ ദുനിയാവിന്റെ ദൈർഘ്യം അനുഭവപ്പെട്ടത്? മഹാനായ നൂഹ് നബിയുടെ മറുപടി, ആഖിറത്തെ അറിഞ്ഞു നോക്കുമ്പോൾ ദുനിയാവെനിക്ക് അനുഭവപ്പെട്ടത് എന്റെ യാത്രയിൽ കദാരിൻ ലഹാ ബാബാൻ ദഖൽതു മിൻ അഹദിഹിമാ ഖറജ്തു മിൻ അഹദിഹിമാ. എന്റെ യാത്രയിൽ ഞാൻ കണ്ടുമുട്ടിയ ഒരു വീട് പോലെയാണ് ദുനിയാവ് എനിക്ക് അനുഭവപ്പെട്ടത്. ആ വീടിന് 2 വാതിലുകളുണ്ട്. ദഖൽതു മിൻ അഹദിഹിമാ. അതിൽ ഒരു വാതിലിലൂടെ ഞാൻ അങ്ങോട്ട് കയറി, അപ്പുറത്തുള്ള വാതിലിലൂടെ പുറത്തിറങ്ങി. അതുപോലെയാണ് ദുനിയാവ് എനിക്ക് അനുഭവപ്പെട്ടതെന്ന് ഇവിടെ ഏറെക്കാലം മഹാനായ ശൈഖുൽ അംബിയാ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോൾ പിന്നെ നമ്മൾക്ക് എന്ത് പറയാനാ? ഞാൻ ഈ 2025 അവസാനത്തൊരു രാത്രിയായതുകൊണ്ട് ഈ കാര്യം ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അതുകൊണ്ട് മുഅ്മിനെ, ദുനിയാവ് വലിയ സംഗതിയാന്ന് വിചാരിച്ച് ചതിയിൽപ്പെടരുത്. നമുക്ക് ഖുർആനിലേക്ക് മടങ്ങാം. ദുനിയാവ് ആഖിറത്തേക്കാൾ ദുനിയാവിനെ വില കൽപ്പിച്ചാൽ നിങ്ങൾക്കറിയോ ആ ദുനിയാവിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന്? ആഖിറത്തേക്കാൾ ദുനിയാവിന് വില കൽപ്പിച്ചാൽ, ആഖിറത്തിന്റെ സന്തോഷങ്ങളെക്കാൾ ദുനിയാവിന്റെ സന്തോഷങ്ങൾക്ക് വില കൽപ്പിച്ചാൽ അത്തരം ആളുകളുടെ ദുനിയാവിന്റെ അവസ്ഥ എന്താ?
മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാ, ഒരു ദിവസം മുത്തുനബി എന്നോട് ചോദിച്ചതാണ്, അബൂ ഹുറൈറ അലാ ഉരീക ദുനിയാ മഅ മാ ഫീഹാ. അബൂ ഹുറൈറ, ഞാൻ നിനക്ക് ദുനിയാവൊന്ന് കാണിച്ചു തരട്ടെ. മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാണ്, അബൂ ഹുറൈറ, ഞാൻ നിനക്ക് ദുനിയാവിലുള്ള എല്ലാ വസ്തുക്കളും ഉൾപ്പെടെ ദുനിയാവിനൊരു ഉദാഹരണം കാണിച്ചു തരട്ടെ. അബൂ ഹുറൈറ തങ്ങൾ പറയാണ്, ഞാൻ പറഞ്ഞു, അതേ നബിയെ, അതേ നബിയെ. അപ്പൊ റസൂൽ എന്റെ കൈ പിടിച്ചു. ബീബായ നബി തങ്ങൾ എന്റെ കൈ പിടിച്ചു. ഫാതാബി വാദിയം മിൻ ഔദിയത്തി മദീന. എന്റെ കൈ പിടിച്ച മദീനയിലെ ഒരു മലഞ്ചെരുവിലേക്ക് മുത്തുനബി എന്നെ കൊണ്ടുപോയി. റസൂലുള്ളാഹിന്റെ കൂടെ ഞാൻ അങ്ങനെ നടന്നു, എന്റെ കൈയും പിടിച്ച് മുത്ത് റസൂൽ നടന്നു. അപ്പോഴൊക്കെ ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ്, പടച്ചോനെ റബ്ബേ, ദുനിയാവിന് ഒരു ഉദാഹരണം കാണിച്ചു തരാനാണല്ലോ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്. അല്ലാഹുവേ, എന്ത് ഉദാഹരണമായിരിക്കും മുത്തുനബി എനിക്ക് കാണിച്ചു തരിക? ഹബീബായ നബി തങ്ങൾ ഈ ദുനിയാവിന് എന്ത് ഉദാഹരണമായിരിക്കും എനിക്ക് കാണിച്ചു തരിക? ആ ചിന്തയിൽ ഞാൻ മുത്ത് റസൂലിന്റെ കൂടെ നടന്നു. അങ്ങനെ ചെന്ന് നോക്കുമ്പോ മദീനയിലെ ഒരു മലഞ്ചെരുവിലേക്കാണ് എന്നെ കൊണ്ടുപോയത്. ഫീഹാ മുസ്ബല. അവിടെയുള്ളതോ ഒരു കുപ്പത്തൊട്ടിയാണ്. മദീനയിലെ മലഞ്ചെരുവിലെ ഒരു വലിയ കുപ്പത്തൊട്ടിയിലേക്കാണ് എന്നെ കൊണ്ടുപോയത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ ആ കുപ്പത്തൊട്ടിയുടെ പരിസരത്തെത്തിയപ്പോൾ മൂക്കുപൊത്തി. ഞാനും മൂക്കുപൊത്തി. എന്തേ കാര്യമെന്നല്ലേ? ദുർഗന്ധം കൊണ്ടതിൻ്റെ അടുത്തേക്ക് അടുക്കാൻ വയ്യ. ഫീഹാ റൂസു നാസിൻ വഅദിറാത്തുൻ വഖരിഖുൻ വഇളാം. ആ കുപ്പത്തൊട്ടിയിൽ കുറെ അസ്ഥികളുണ്ട്, ചില മനുഷ്യരുടെ തലയോട്ടികളുണ്ട്, ചപ്പ് ചവറുകളുണ്ട്, മാലിന്യങ്ങളുണ്ട്. മദീനയിലെ ഏകദേശം വേസ്റ്റുകളും കൊണ്ടുവന്ന് തട്ടുന്നത് അവിടെയാണ്. അതിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് അള്ളാന്റെ റസൂൽ എന്നോട് പറഞ്ഞതാണ്, അബൂ ഹുറൈറ, ദുനിയാവിന് ആഖിറത്തേക്കാൾ വില കൽപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ, ആഖിറത്തേക്കാൾ ദുനിയാവിന് വില കൽപ്പിക്കുന്നവരുടെ ദുനിയാവിന്റെ ഉദാഹരണമാണിത്. നമ്മൾ ഇതിന് നമ്മുടെ മനസ്സിൽ കൽപ്പിക്കുന്ന വില പോലും ഇലാഹായ റബ്ബിന്റെ അടുക്കൽ അത്തരക്കാരുടെ ദുനിയാവിനുണ്ടാവില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവുണ്ടായിക്കൂടെ? ഉണ്ടാവാം. അനുഭവിച്ചൂടെ? അനുഭവിക്കാം. പക്ഷെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആഖിറത്തേക്കാൾ താല്പര്യം ദുനിയാവിനോടായി പോയാൽ കഴിഞ്ഞു കഥ. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. ദുനിയാവൊക്കെ ഉണ്ടാവാം, ദുനിയാവ് ആസ്വദിക്കുകയും ചെയ്യാം. പക്ഷെ കൽബിന്റെ ഉള്ളിൽ ആഖിറത്തിലെ സന്തോഷങ്ങളും ആഖിറത്തിലെ വിജയവും അതിനേക്കാൾ താല്പര്യം ദുനിയാവിനോട് തോന്നിപ്പോയാൽ കഴിഞ്ഞു. ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെടരുത്. ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ, ദുനിയാവിലെ ജീവിതത്തെ ആഖിറത്തേക്കാൾ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് പ്രശ്നം. അത് പറ്റൂല. ഖുർആൻ നമ്മളെ നയിക്കുന്നത് അതിലേക്കാണ്. ദുനിയാവ് വേണ്ടെന്നൊന്നും ഖുർആൻ പറയുന്നില്ല. വിശ്വാസികളുടെ പ്രാർത്ഥന പരിചയപ്പെടുത്തുന്നിടത്ത് തന്നെ അള്ളാഹു പറഞ്ഞ എന്താ? അവരിങ്ങനെ ദുആ ചെയ്യും, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബേ, ദുനിയാവിലുള്ള ഹസനത്തും വേണം, ആഖിറത്തിലുള്ള ഹസനത്തും വേണം. പക്ഷെ ആഖിറത്തേക്കാൾ ദുനിയാവിനെ തെരഞ്ഞെടുത്തു പോകരുത്. അങ്ങനെ ഒരു അവസ്ഥ വരുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. എല്ലാവരും ആമീൻ പറയും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വൽ ആഖിറത്തു ഖൈറും വഅബ്ഖ. ഒരിക്കൽ മുത്ത് റസൂലിനോട് സഹാബികൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നബിയെ, 2-3 ദിവസമായി ഞങ്ങൾക്കിടയിൽ ഒരു ചർച്ചയുണ്ട്. എന്താ ചർച്ച എന്നറിയോ? ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ നിങ്ങൾ വരെയുള്ള അമ്പിയാക്കൾ, ഈ അമ്പിയാക്കൾക്ക് മൊത്തം
മൊത്തത്തിൽ അള്ളാഹു നൽകിയ വഹിയിന്റെ സത്ത് എന്താ? ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ആദം നബി മുതൽ നിങ്ങൾ വരെയുള്ള അമ്പിയാക്കൾക്ക് അള്ളാഹു നൽകിയ വഹിയിന്റെ എസൻസ് എന്താ? ഖുർആൻ അല്ലാതെ മറ്റു പല വേദഗ്രന്ഥങ്ങളും മുമ്പ് കൊടുത്തിട്ടില്ലേ? ആ നബിമാർക്കൊക്കെ അള്ളാഹു നൽകിയ ഏടുകളിൽ അള്ളാഹു നൽകിയ മെസ്സേജിന്റെ സത്തെന്താ? അതിന്റെ എസൻസ് എന്താ? ആകത്തുക ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എന്താ നബിയെ? ഹബീബായ നബി തങ്ങൾക്ക് സ്വന്തമായ മറുപടി പറയാൻ പറ്റില്ലല്ലോ. ഒരൽപ്പനേരം മുത്തുനബി ആലോചിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാ. എന്നിട്ട് ഓതിക്കൊടുത്തതാണ് ഖദ് അഫ്ലഹ മൻ തസക്ക وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. മറുപടി ഖദ് അഫ്ലഹ മൻ തസക്ക. തടിയക്കായി ആത്മാവിനെ ആര് സംസ്കരിച്ചോ അവര് വിജയിച്ചു. അതിനാവശ്യമായ വദക്കറ സ്മ റബ്ബിഹി ഫസല്ല, ദിക്ർ ചൊല്ലി, നിസ്കരിച്ചു, സലാത്ത് ചൊല്ലി, അതിന്റെ വഴിയിലൂടെ നീങ്ങി, അവർക്കാണ് വിജയം. പക്ഷെ നിങ്ങളെ പ്രശ്നം എന്താണെന്നറിയോ? ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, ദുനിയാവിലെ ജീവിതത്തായിട്ട് തെരഞ്ഞെടുത്തു. പലരും ആഖിറം മറന്നുപോയി. നിങ്ങളോട് പറയാനുള്ളത് വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ, വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ, ഏറ്റവും ഖൈറുള്ളത് ആഖിറമാണ്. എന്നെന്നും ബാക്കിയാകുന്നത്, നിലനിൽക്കുന്നത് ആഖിറമാണ്. ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ, ഇതാണ് കഴിഞ്ഞു പോയ എല്ലാ വേദഗ്രന്ഥങ്ങളിലുമുള്ളത്. ഇതാണ് സുഹുഫി ഇബ്രാഹീമ വ മൂസ, മൂസാ നബിക്കും ഇബ്രാഹിം നബിക്കും എന്ന് വേണ്ട എല്ലാ നബിമാർക്കും അവരുടെ വേദഗ്രന്ഥങ്ങളിലും നൽകിയ മെസ്സേജ് ഇതുതന്നെയാണ്. ഏതേ വല്ലാഖിറതു ഖൈറു, എന്നെന്നും നിലനിൽക്കുന്നതും ഏറ്റവും ഖൈറുള്ളതും ആഖിറമാണ്. അല്ലാഹു അവിടെ വിജയിക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. നമ്മുടെ ഈ മജ്ലിസൊക്കെ നടക്കും, അല്ലാഹു അത് കാരണമാക്കട്ടെ. ലാഭത്തിനും നേട്ടത്തിനും വേണ്ടിയാണെങ്കിൽ ഇതിനൊന്നും ആത്മാവുണ്ടാവില്ല. പടച്ചോനെ നീ ഞങ്ങളെ കാക്കണേ റബ്ബേ. അതുകൊണ്ട് മുഅ്മിനേ, ഈ രാവിൽ ഒന്നാമതായി എൻ്റെ മുഅ്മിനീങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇലാഹായ റബ്ബിന്റെ കലാമിലേക്ക് നമ്മൾ മടങ്ങണം. വിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ മടങ്ങണം. അല്ലാഹുവിന്റെ ഖുർആൻ എന്നത് എൻ്റെ റബ്ബിന് എന്നോട് എന്ത് പറയാനുണ്ടെന്ന ചർച്ചയാണ്. അതറിയാതെ നമുക്ക് ഉറക്കം വരരുത്. ആ ഒരവസ്ഥയിൽ നമ്മൾ എത്തണം. എന്റെ റബ്ബിന് എന്നോട് എന്തൊക്കെയാണ് പറയാനുള്ളത്, അതൊന്ന് അറിയണല്ലോ റബ്ബേ എന്ന ഒരു അതിയായ താല്പര്യം നമ്മളെ കൽബിൽ ഉണ്ടാവണം. അത് അറബിയല്ലേ, അതെനിക്ക് ബാധകല്ല എന്ന് ചിന്തിക്കരുത്. അതറിയാതെ ഉറക്കം വരാത്തൊരവസ്ഥ ഉണ്ടാവണം. നിങ്ങൾ ആലോചിക്ക്, നമ്മുടെ മക്കളിൽ ഒരാൾ വിദേശത്ത് പോയി ഫോണൊക്കെ ചെയ്ത് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിവരം കിട്ടി, റാഹത്തായി. പിന്നെ വിളിച്ചു നോക്കുമ്പോൾ കിട്ടണില്ല, യാതൊരു വിവരവും ഇല്ല. പലരോടും അന്വേഷിച്ചു നോക്കി. 6 മാസം കഴിഞ്ഞു. നമ്മളിങ്ങനെ ഇടങ്ങാറായി ടെൻഷൻ അടിച്ച് കഴിയാൻ അതിനിടയിൽ ഒരു ലെറ്റർ വന്നു. ആർത്തിയോട് ലെറ്റർ കത്ത് പൊട്ടിച്ചു നോക്കുമ്പോൾ അതിൽ 5-6 പേജുണ്ട്. പക്ഷെ ഒക്കെ അറബിയിലാണ്. തപ്പിത്തടഞ്ഞ് വായിച്ചു നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ മോന്റെ പേരിങ്ങനെ കാണുന്നുണ്ട്. ഇത് അറബിയല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ അൽമറയുടെ മുകളിൽ കൊണ്ടുപോയി വെക്കുവോ? എന്തെങ്കിലും മിണ്ടാത്ത, ഇത് അറബിയല്ല എനിക്ക് തിരിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയി വെക്കുവോ? നമ്മൾ എന്ത് ചെയ്യും? അതുമായിട്ട് ഒരാളടുത്ത് ചെന്നു, നോക്കിയിട്ട് പറഞ്ഞു എനിക്കിത് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ പോട്ടെ, എന്നാ പിന്നെ അറിയണ്ടെന്ന് വിചാരിച്ച് വീട്ടിലേക്ക് തന്നെ പോവോ? എന്താണതിൽ പറയുന്നത് എന്ന് അറിയാൻ എത്ര പോകാൻ പറ്റുമോ അത്രയും നമ്മൾ പോകും. അതിലുള്ള ഓരോ വരികളും ഇങ്ങനെ വായിച്ചത് ഇങ്ങനെ സംഗതികൾ വിശദീകരിച്ച് ഒരാൾ നമുക്ക് തന്നാൽ
അത് പിന്നെ നമ്മൾ മറക്കും ചെയ്യൂല. കാരണം നമ്മളെ മനസ്സിലൊരാഗ്രഹമുണ്ട്, എന്താണിത് എന്ന് എനിക്കൊന്ന് അറിയണം എന്നതുപോലെ എൻ്റെ റബ്ബിന് എന്നോടെന്ത് പറയാനുണ്ട് എന്ന ചർച്ചയാണ് വിശുദ്ധ ഖുർആൻ. അതെനിക്കറിയണം എന്നുള്ളൊരു താല്പര്യം നമ്മളെ കൽബിലുണ്ടാവണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആഖിറുസ്സമാനാകുമ്പോൾ പല പ്രതിസന്ധികളും പല ഫിത്നകളും പല ഫസാദുകളും അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്ന് മുത്ത് റസൂല് പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിക്കുന്നുണ്ട്, ആ സമയത്ത് നബിയെ രക്ഷപ്പെടാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിശക്തമായ കൂരിരുട്ട് പോലെ പല ഫിത്നകളും ഫസാദുകളും കുഴപ്പങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും ആഖിറുസ്സമാനിൽ. ഹബീബായ നബി തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ സദസ്സിൽ പിന്നിലായിരുന്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി തങ്ങൾ തിക്കിത്തിരക്കി മുന്നോട്ട് വന്നു. ഹബീബായ നബിയോട് ചോദിക്കുന്നുണ്ട്, വമൽ മഖ്റജു നബിയേ നബിയേ, അങ്ങനെ ആകെ ഫിത്നകൾ ഫസാദുകൾ കുഴപ്പങ്ങൾ വ്യാപകമായാൽ രക്ഷപ്പെടണ്ടേ? അതിനിപ്പോ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എന്തവലംബിക്കണം? ഹബീബായ നബിയുടെ മറുപടി ഇങ്ങനെയാണ്, നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇലാഹായ റബ്ബിന്റെ ഖുർആനിലേക്ക് മടങ്ങണം. നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് മടങ്ങണം. ഫീഹി നബഉ മാ ഖബ്ലകും വഖബറു മാ ബഅദകും വഹുക്മു മാ ബൈനകും വൽ ഫസ്ലു ലൈസ ബിൽ ഖസ്ൽ മൻ തറകഹു മിൻ ജബ്ബാരിൻ ഖസ്സമഹുല്ലാഹ് വമൻ ഇബ്തഗൽ ഹുദാ ഫീ ഗൈരിഹി അളല്ലഹുല്ലാഹ് വഹുവ ഹബ്ലുല്ലാഹിൽ മതീൻ വനൂറുൽ മുബീൻ വദ്ദിക്റുൽ ഹകീം വസ്സിറാത്തുൽ. നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് മടങ്ങി ആ ഖുർആനെ മുത്ത് റസൂല് പഠിപ്പിച്ചതുപോലെ പഠിക്കുകയും അതിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയും ചെയ്യണമെന്നാണ് ഉപദേശിച്ചു കൊടുക്കുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആന്റെ അഹ്ലുകാരായി നമ്മൾ മാറണം. അങ്ങനെ ഒരു നിയ്യത്ത് നമ്മളെ കൽബിൽ ഉണ്ടാവണം. ഇനി നമ്മൾ അതിലൊന്നും ശ്രദ്ധിച്ചില്ല എന്ന് വിചാരിക്കുക. ഖുർആൻ നമ്മളെ വീട്ടിലുണ്ട്, പക്ഷെ ദൈനംദിന ഓതേണ്ട സൂറത്ത് ഓതുന്ന സ്വഭാവം നമുക്കില്ല. ഖുർആനിൽ ഖത്മ് തീർക്കുക എന്നുള്ള നിലക്ക് ഒരു പേജ് പോലും ഓതുന്നൊരു സ്വഭാവം നമുക്കില്ല. ഖുർആന്റെ മജ്ലിസിനോടൊരു താല്പര്യമോ ബഹുമാനമോ പരിഗണനയോ നമുക്കില്ല. നാട്ടിൽ മജ്ലിസ് ഉണ്ടെങ്കിൽ പോലും പങ്കെടുക്കാൻ കഴിയുമെങ്കിലും എന്തോ ഒരു തരം ഒരു വെറുപ്പ്, ഒരു ദേഷ്യം, നമ്മൾ അതിൽ പങ്കെടുക്കുന്നില്ല. എങ്കിൽ നമുക്ക് വരാൻ പോകുന്ന പരീക്ഷണം എന്താണെന്ന് പച്ച വെള്ളം പോലെ അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്. ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ഈ ദിക്റിൽ നിന്ന് തിരിഞ്ഞു നടന്നാൽ നിങ്ങൾക്ക് വലിയ പരീക്ഷണങ്ങൾ വരും. ദുനിയാവിലും വരും ആഖിറത്തിലും വരും. അത് വരുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ ഒരായത്തോതിയിട്ട് പച്ചവെള്ളം പോലെ എൻ്റെ അർത്ഥം പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക, ഇങ്ങനെയൊക്കെ ഒരു മജ്ലിസ് നമുക്ക് ആവശ്യമാണോ അല്ലേ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അള്ളാഹു പറയാൻ എന്റെ ഖുർആനുമായി ബന്ധമില്ല, ഖുർആൻ ഓതുന്ന സ്വഭാവമില്ല. ഖുർആൻ ഓതിയിട്ട് അതിന് മുഫസ്സിരീങ്ങൾ പറഞ്ഞ വ്യാഖ്യാനം നിങ്ങളെ കേൾപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്റെ ഖുർആൻ അവഗണിച്ചു, അതിനെ പരിഗണിച്ചില്ലെങ്കിൽ അവന്റെ ജീവിതാകെ കുടുസായിരിക്കും. ഈ ആയത്ത് വിശദീകരിച്ച് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ജീവിതം കുടുസാകുന്നു പറഞ്ഞാൽ ഒന്ന് ഫിദ്ദുനിയ, ദുനിയാവിൽ തന്നെ, ഫലാ തുമഇനീനത ലഹു വലൻ ശിറാഹ ലിസദ്രിഹി, മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല, ഹൃദയത്തിനൊരു റാഹത്ത് കിട്ടൂല. ഒരു പക്ഷെ കൊട്ടാര സമാനമായ വീടുണ്ടാവാം, ഇസ്തിരി ചുളിയാത്ത ഷർട്ടുണ്ടാവാം, ആളുകൾക്കിടയിലൊക്കെ വലിയ മതിപ്പുണ്ടാകാം. പക്ഷെ എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ വേട്ടയാടി എപ്പോഴും മനസ്സ് അസ്വസ്ഥമായി കൊണ്ടിരിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ.
തീരെ ഖുർആൻ ഓതാത്ത ആളുകൾ, ഖുർആനുമായൊരു ബന്ധവുമില്ലാത്ത ആളുകൾ, ഖുർആന്റെ അഹ്ലുകാരെയും ഖുർആന്റെ മജ്ലിസിനെയും ഒക്കെ അവഗണിക്കുന്ന ആളുകൾ, പ്രത്യക്ഷത്തിൽ നല്ല സുഖമാണ് അവർക്കെന്ന് നമ്മൾ തോന്നിയാലും എന്തെങ്കിലും പരീക്ഷണങ്ങൾ അവരെ വേട്ടയാടും. ഒരു പക്ഷെ ചിലപ്പോൾ ഒരു മോളെ ഉണ്ടാകുള്ളൂ, ആ മകളെ വലിയ താല്പര്യത്തോടെ കല്യാണമൊക്കെ കഴിച്ചു. പിന്നീട് അങ്ങോട്ട് എന്നും മകൾക്ക് ഫോണ് വിളിക്കുമ്പോഴത്തേക്ക് സങ്കടത്തിന്റെ വർത്താനേ കേൾക്കാനുള്ളൂ. ഉമ്മ എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയൂല, വാപ്പ എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയൂല, അങ്ങനെയാണ് ഞാൻ മരിക്കുകയാണ്, ഈ വർത്താനൊക്കെ പറയുന്നത്. ചുരുക്കി പറയാ, സമാധാനം അങ്ങ് നഷ്ടപ്പെടും. വരുമാനം ഇഷ്ടം പോലെ ഉണ്ടാവും, കൊട്ടാര സമാനമായ വീടുണ്ടാകും, ആളുകൾക്കിടയിൽ വലിയ അംഗീകാരം ഉണ്ടാകും. പക്ഷെ മനസ്സിന്റെ സമാധാനമായിട്ട് നഷ്ടപ്പെടും, ജീവിതമായിട്ട് കുടുസായി പോകും. അള്ളാഹു കാക്കട്ടെ. ഒരു ഉദാഹരണം, എന്റെ ദിക്റിൽ നിന്നൊരാൾ തിരിഞ്ഞു കളഞ്ഞാൽ, എന്റെ ഖുർആനെ ഒരാൾ അവഗണിച്ചാൽ, ഖുർആന്റെ മജ്ലിസുകളെ നിന്ദിച്ചാൽ, അവന്റെ ജീവിതം അവന്റെ വാരിയല്ലുകൾ കൂർക്കപ്പെടുന്ന വിധത്തിൽ ഖബറങ്ങ് കൊടു. അല്ലാഹു കാക്കട്ടെ. എല്ലാവരും അമീൻ പറഞ്ഞേക്ക്. റബ്ബ് ഖബർ നമുക്ക് റാത്താക്കി തരും. നമുക്കൊന്നൊരു ഗ്യാരണ്ടി ഇല്ലാത്തവരല്ലേ. ഒരു പക്ഷെ നാളെ ഈ സമയാകുമ്പോഴത്തേക്ക് നമ്മളെ മയ്യത്ത് കുളിപ്പിക്കലും കഴിഞ്ഞു, കഫൻ ചെയ്യലും കഴിഞ്ഞു, ചോദ്യം ഇതാണതിനുത്തരം ചെയ്യേണ്ട. ഇൻഷാ അല്ലാഹ് ഈ 2026 പ്രവേശിക്കലോടുകൂടെ ഇനിയുള്ള എല്ലാ ദിവസവും രാത്രിയിൽ ഒരു 5 മിനിറ്റ് സമയം സൂറത്തുൽ മുൽക്ക് ഓതി തീർക്കാൻ നമ്മൾ മാറ്റി. അവനും സുആലിൽ എന്ന് വന്നു ഹദീസതിൽ, എല്ലാ രാത്രിയിലും ഒരാൾ മുടങ്ങാതെ സൂറത്തുൽ മുൽക്ക് ഓതിക്കഴിഞ്ഞാൽ ഹിയൽ മാനിയതു ഹിയൽ മുൻഅദാബിനെ തടയുന്ന സൂറത്താണ്. അത് ഖബറിൽ രക്ഷ നൽകുന്ന സൂറത്താണ്. അത് ഖബറിൽ റാഹത്ത് നൽകുന്ന സൂറത്താണ്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകം ന്യൂ ഇയറിന്റെ പളപളപ്പിൽ മതിമറക്കുന്ന ഈ രാത്രിയിൽ ഇലാഹായ റബ്ബിന്റെ കലാമിന്റെ പേരിൽ ഒരുമിച്ചുകൂടി നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ഇൻഷാ അല്ലാഹ് ഇനി മരണം വരെ സൂറത്തുൽ മുൽക്ക് ഓതാത്ത ഒരു രാത്രി എനിക്കുണ്ടാവില്ല. മുഅ്മിനെ ആ പ്രതിജ്ഞയെടുത്ത് അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയാലുള്ള ലാഭമെന്താ? അദാബിന്റെ കാര്യം ആശങ്ക വേണ്ട. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരു ദിവസത്തിൽ നമുക്ക് എത്ര മിനിറ്റ് കിട്ടും? ഒരു ദിവസത്തിൽ എത്ര മിനിറ്റ് ഉണ്ട്? ആരും കൊണ്ടില്ലല്ലോ. ഒരു ദിവസത്തിൽ എത്ര മിനിറ്റ് ഉണ്ട്? എന്നാ പോട്ടെ, ഞാൻ ചോദ്യം പിൻവലിച്ച്. ഒരു ദിവസത്തിൽ എത്ര മണിക്കൂറുണ്ട്? എത്ര? 24 മണിക്കൂർ. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ? 60 മിനിറ്റ്. 60 × 24 അതിനിപ്പോ കാൽക്കുലേറ്റർ എടുക്കണോ? അതിനിപ്പോ കാൽക്കുലേറ്റർ വേണോ? 60 × 24 എത്ര? 720? 1440 മിനിറ്റ്. ഒരു ദിവസത്തിൽ. അതെല്ലാവർക്കും ഒരുപോലെ തന്നെയല്ലേ? അല്ലേ? അതെല്ലാവർക്കും ഒരുപോലെ തന്നെയല്ലേ? സമയത്തിന്റെ കാര്യത്തിൽ ഇന്നാൾക്ക് കൂടുതൽ സമയം അള്ളാഹു കൊടുത്തു, ഇന്നാൾക്ക് കുറച്ച് സമയം കൊടുത്തു എന്ന് പറയാണ്ടോ? ദിവസം എല്ലാവർക്കും 1440 മിനിറ്റ്. ഈ 1440 മിനിറ്റിൽ എല്ലാ ദിവസവും മഗ്‌രിബ് നിസ്കരിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് ഈ സൂറത്തുൽ മുൽക്ക് ഓതാൻ വേണ്ടി സമയം നമ്മൾ കണ്ടെത്തിയാൽ ഖബറിന്റെ കാര്യത്തിൽ ഒരു ആശങ്ക വേണ്ട. തരട്ടെ അള്ളാഹു. നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടപ്പെട്ടവർക്കും അതിനുള്ള സൗഭാഗ്യം നൽകട്ടെ. ഇതൊക്കെ ചർച്ച ചെയ്യാനും ഇതൊക്കെ പറയാനും കേൾക്കാനും അല്ലേ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. ദുനിയാവിന്റെ ലാഭക്കച്ചവടത്തിന്റെ കഥ പറയാനല്ലല്ലോ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. ആഖിറം രക്ഷപ്പെടാൻ നമ്മൾ എങ്ങനെ നീങ്ങണം നമ്മുടെ ചർച്ച.
അതാണ് നമ്മുടെ വിഷയം. അതിലേക്കാണ് നിങ്ങൾ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്. അപ്പൊ ഞാൻ ഈ രാത്രിയിൽ ഒരു കാര്യം നിങ്ങളോട് പറയാണ്. ഓതി വരുന്നവർ മരണം വരെ മുടങ്ങാത്തത് നിലനിർത്തുക. ഇതുവരെ ആ കാര്യത്തിൽ എങ്കിലും ഒരു 5 മിനിറ്റ് സമയം സൂറത്തുൽ മുൽക്ക് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ ഇന്നത്തെ രാത്രിയിൽ പ്രതിജ്ഞ എടുക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ഈ സൂറത്തിനോടൊരു ഇഷ്ടം മനസ്സിൽ തോന്നുകയും എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് സമയം അതിനു വേണ്ടി മാറ്റിവെച്ച് അത് പാരായണം ചെയ്യുകയും ചെയ്താൽ ഏതെങ്കിലും കാരണത്താൽ നാളെ മഹ്ശറയിൽ അവന്റെ കാര്യത്തിൽ അള്ളാഹു അവന് നരകമാണ് വിധിക്കുന്നതെങ്കിൽ ഈ സൂറത്ത് പടച്ചോനോട് പറയും, പറ്റൂല റബ്ബേ, അവനെ നരകത്തിൽ ഇടരുത് റബ്ബേ, അവന് നീ മാപ്പ് കൊടുക്കണം പടച്ചോനെ, ശുപാർശ ചെയ്യും. ഒരുപക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം വീണ്ടും വരും, അല്ല, അവൻ പോകേണ്ടത് നരകത്തിലേക്കു തന്നെയാണ്, അവൻ നരകാവകാശി തന്നെയാണ്. റസൂല് പറയുന്നുണ്ട്. അപ്പൊ ഈ സൂറത്തിന്റെ സ്വഭാവമായിട്ട് മാറും, ഈ സൂറത്തിന്റെ സ്വഭാവമായിട്ട് മാറും. ഈ സൂറത്ത് പടച്ചോനോട് പറയും, ഓഹോ, നിനക്കോന് പൊരുത്തപ്പെട്ടെടുത്ത് ഓനെ ആ നരകത്തിൽ നിന്നൊഴിവാക്കി സ്വർഗത്തിലേക്ക് പ്രവേശിച്ചൂടായെങ്കിൽ ഒരു കാര്യം പറയാണ്, ഇനിയും കൂടിയായിട്ട് നരകത്തിലേക്ക് ഇട്ടേക്ക്. അല്ലാഹുവേ, എന്നെയും കൂട്ടുകാരന് വേണ്ടി അള്ളാനോട് തർക്കിച്ച് നരകം ഒഴിവാക്കി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സൂറത്തുൽ മുൽക്കാണ്. അല്ലാഹുവേ, പതിവാക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. നിങ്ങനെയൊക്കെ അതിൻ്റെ മഹത്വം അറിഞ്ഞിട്ടും കേട്ടിട്ടും അത് പതിവാക്കാനുള്ളൊരു മനസ്സും തൗഫീഖും നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഭയപ്പെടണം. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനെ ശ്രദ്ധിക്കണം. ഖബറിന്റെ പ്രതിസന്ധിക്ക് പരിഹാരമാണ് ഈ സൂറത്ത്. കാരണം ഇത് ഖുർആനെ ചേർത്ത് പിടിക്കലാണ്. ഖുർആനെ അവഗണിച്ചാലാണ് ഫഇന്നലഹു മഈശത്തൻ ലങ്ക, ജീവിതം കുടുസാവെന്ന് പറഞ്ഞത്. അത് ദുനിയാവിലും വഫീ ഖബരിഹി ഐലാ, ഖബറിലും. ദുനിയാവിന്റെ പ്രശ്നത്തിനും പരിഹാരാണ് ഖുർആൻ, ആഖിറത്തിന്റെ പ്രശ്നത്തിനും ഖുർആൻ പരിഹാരാണ്. അപ്പൊ ദുനിയാവിന്റെ പ്രശ്നത്തിന് റസൂലുള്ളാഹി പറഞ്ഞല്ലോ, മൻ ഖറഅ സൂറത്തുൽ വാഖിഅ കുല്ല ലൈല ലം തുസിബഹു ഫാഖത്തുൻ അബദ. എല്ലാ രാത്രിയും ഒരാൾ മനസ്സറിഞ്ഞ് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ എല്ലാ തരത്തിലുള്ള ദാരിദ്ര്യത്തിൽ നിന്നും അള്ളാഹു അയാൾക്ക് മോചനം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദാരിദ്ര്യം എന്നത് സാമ്പത്തികം മാത്രമല്ല, അങ്ങനെ വിചാരിക്കണ്ട. ഭാര്യക്ക് ഭർത്താവിൽ നിന്നൊരു പരിഗണനയും കിട്ടാതിരിക്കുന്നത് ആ വിഷയത്തിൽ ഭാര്യ അനുഭവിക്കുന്ന ദാരിദ്ര്യാണ്. മാതാപിതാക്കളെ മക്കൾ ബഹുമാനിക്കാതിരിക്കുക, മാതാപിതാക്കൾ പറയുന്നത് മക്കൾ ലവലേശം അനുസരിക്കാതിരിക്കുക, ആ വിഷയത്തിൽ ആ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ദാരിദ്ര്യമാണിത്. മക്കൾക്ക് മാതാപിതാക്കളിൽ നിന്ന് യാതൊരു പരിഗണനയും കിട്ടാതിരിക്കുന്നത് ആ വിഷയത്തിൽ മക്കൾ അനുഭവിക്കുന്ന ദാരിദ്ര്യമാണ്. മൻ ഖറഅ സൂറത്തുൽ വാഖിഅ കുല്ല ലൈല ലം തുസിബ്ഹു ഫാഖത്തുൻ അബദാ. എല്ലാ രാത്രിയിലും ഒരാൾ സൂറത്തുൽ വാഖിഅ മനസ്സറിഞ്ഞ് ഉള്ള ദാരിദ്ര്യങ്ങളിൽ നിന്നും ഇലാഹായ റബ്ബ് അവർക്ക് മോചനം നൽകുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 5 മിനിറ്റ് സൂറത്തുൽ വാഖിയക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ ദുനിയാവ് റാഹത്തായി. ഒരു 5 മിനിറ്റ് സൂറത്തുൽ മുൽക്കിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ ആഖിറവും റാഹത്തായി. പിന്നെന്താണ് നമുക്ക് പേടിക്കാനുള്ളത്? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി മുതൽ അത് പതിവാക്കാനൊന്നും നിയ്യത്ത് ചെയ്യല്ലേ. ഒരു ഇൻഷാ അല്ലാഹ് പറയും മനുഷ്യന്മാരെ. ഇൻഷാ അല്ലാഹ് പതിവാക്കിയവർക്ക് മുടങ്ങാതെ മരണം വരെ അത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതുവരെ അതൊന്നും അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ ഒരു വലിയ കാര്യമായിട്ട് ഏറ്റെടുത്തിട്ടില്ലേ. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഓതും, അത്രേ ഉള്ളൂ. ആ നിലയിലുള്ളവർക്ക് മുടങ്ങാതെ അതിനു വേണ്ടി ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാനുള്ളൊരു തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ആ ഒരൊറ്റൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇന്നത്തെ മജ്ലിസ് മുതലായി. ഇതിൻ്റെ പേരിൽ ആഖിറത്തിൽ നമുക്ക് സന്തോഷിക്കാം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആനെ ഇതൊക്കെയും കേട്ടിട്ട് അവഗണിക്കുകയാണ്.
അവർക്ക് ദുനിയാവും ആഖിറവും കുടുസായിരിക്കും. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ. ഈ ആയത്തിന്റെ ബാക്കി അല്ലാഹു പറയുന്നത്, അവരെ നാം ഖിയാമത്ത് നാളിൽ അന്ധരാക്കും. മഹ്ശറയിൽ അവർ അന്ധരായിരിക്കും. വനഹ്ശുറുഹു, അവരെ നാം മഹ്ശറയിൽ കൂട്ടും. യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ അഅ്മാ, അന്ധരായിട്ട്. ഈ ദുനിയാവിൽ നിന്ന് ഖുർആനെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കാത്തവർ മഹ്ശറയിൽ അന്ധന്മാരായിരിക്കും. അള്ളാഹുവിന്റെ ഖുർആന്റെ ആയത്തിന്റെ നസ്സാണ്. ശ്രദ്ധിക്കണം. അവർക്കൊന്നും കാണാൻ കഴിയൂല. അവരെ ഇലാഹായ റബ്ബിനോട് വിളിച്ച് ചോദിക്കും, അല്ലാ ലിമ ഹശർതനീ അഅ്മാ, എന്തിനാ റബ്ബേ എന്നെ നീ ഇവിടെ അന്ധനാക്കിയത്? ഈ മഹ്ശറയിൽ എന്റെ കാഴ്ച എന്തിനാ നീ തിരിച്ചെടുത്തത്? വഖദ് കുന്തു ബസീറാ, ദുനിയാവിൽ എനിക്കെല്ലാം നന്നായി കാണാൻ പറ്റിയിരുന്നല്ലോ, എന്റെ കാഴ്ച എവിടെ പോയി? എന്തിനാണ് എന്റെ കാഴ്ചയെ നീ തിരിച്ചെടുത്തത്? ഇവിടെ എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ മറുപടിയടാ, അത്തസ്ക ആയാതുനാ ഫനസീതഹാ ഫകദാലികൽ യൗമ തുൻസാ. അത്തസ്ക ആയാതുനാ, നിന്റെ ആയത്തുകൾ നിനക്ക് വന്നിരുന്നു. ഫനസീതഹ, നീ അത് മറന്നു, നീ അത് ശ്രദ്ധിച്ചില്ല. എന്റെ ഖുർആനായിരുന്നില്ല നിന്റെ താല്പര്യം. നീ നിന്റെ താല്പര്യത്തിന്റെ പിന്നാലെ പോയി, ദുനിയാവിന്റെ പിന്നാലെ പോയി. എടാ, എന്റെ ഖുർആനെ അവഗണിച്ചവനെ ഇന്ന് നിന്നെ ഞാൻ അവഗണിക്കുകയാണ്. ആ നിലയിൽ അവനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് അള്ളാഹുവിന്റെ ഖുർആനാണ് ഈ പറയുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനെ റബ്ബിന്റെ കലാമിലേക്ക് മടങ്ങണം. ഓരോ ആയത്തുകളും വിശാലമായ ഓരോ പ്രപഞ്ചങ്ങളാണ്. അത് പരമാവധി അല്പാൽപമായി പഠിക്കാൻ സമയം കണ്ടെത്തണം. ലഹാ മആനിൻ കമൗജിൽ ബഹരി ഫീ മദദി വഫൗക ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയാമി ചൊല്ലി മൗലായ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആന്റെ ആശയത്തെ കുറിച്ച് പറയുന്നത്, അർത്ഥങ്ങളുടെയും ആശയങ്ങളുടെയും വ്യാപ്തിയുടെ വിഷയത്തിൽ ഖുർആൻ സമുദ്രത്തിലെ തിരമാലകൾക്ക് സമാനാണ്. ആ തിരമാലകളുള്ള നുരകൾക്ക് സമാനം. അതെത്രയെന്ന് ലോകത്തൊരാൾക്കും പറയാൻ കഴിയൂല. എത്ര തിരമാലകൾ ഉണ്ടായി, ഇനി എത്ര തിരമാലകൾ ഉണ്ടാകും, നിലവിൽ എത്ര തിരമാലകൾ ഉണ്ട്, ഒരു ശാസ്ത്രത്തിനും അത് പറയാൻ കഴിയൂല. ഖുർആൻ അങ്ങനെയാണ്. അതിൻ്റെ അർത്ഥങ്ങളുടെ വ്യാപ്തിയിൽ ഖുർആൻ സമുദ്രത്തിലെ തിരമാലകൾക്ക് സമാനം, അതിലുള്ള നുരകൾക്ക് സമാനം. വഫൗക ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി, അതിൻ്റെ ആ ഒരു സൗന്ദര്യം മനസ്സിലാക്കി കഴിഞ്ഞാലോ സമുദ്രത്തിൻ്റെ ആഴിയിലുള്ള മുത്തുകളേക്കാൾ പവിഴങ്ങളേക്കാൾ വലിയ സൗന്ദര്യമാണ് അള്ളാഹുവിൻ്റെ ഖുർആനിനുള്ളത്. അല്ലെങ്കിലും നമ്മൾ എങ്ങനെ ഖുർആൻ പഠിക്കാതിരിക്കും? നിങ്ങൾ ചിന്തിക്ക്, മുത്തുനബിക്ക് അള്ളാഹു ഒരുപാട് മുഅ്ജിസത്ത് കൊടുത്തു. ആ മുഅ്ജിസത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന ഒരേ മുഅ്ജിസത്ത് വിശുദ്ധ ഖുർആനല്ലേ? മറ്റുള്ളതൊക്കെ ചരിത്രമായി പോയില്ലേ? ഹബീബായ നബിയുടെ ഖുർആനല്ലാത്ത എല്ലാ മുഅ്ജിസത്തും ചരിത്രമാണ്. ഖുർആനോ ഖിയാമത്ത് നാൾ വരെ ചരിത്രമാവില്ല. അൽ ഖുർആനുൽ കരീം, ഹബീബായ നബിയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് വിശുദ്ധ ഖുർആനാണ്. ഇസ്രാഉം മിഅ്റാജ് ഉണ്ടായിട്ടുണ്ട്, റജബാണ്, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ അത് ചരിത്രല്ലേ? ചരിത്രായില്ലേ? സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിം മിനൽ ഉലമി മൗലായ സല്ലി വസാ.
وبتا ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي مولاي صل وسلم. ഹബീബായ നബിയെ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് ഒരു രാത്രിയുടെ ഏതാനും നിമിഷം കൊണ്ട് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് 7 ആകാശവും കഴിഞ്ഞ് സിദ്റത്തുൽ മുന്തഹ കഴിഞ്ഞ് ബഹ്റുൻ നൂറും കഴിഞ്ഞ് സാക്ഷാൽ മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പോലും പ്രവേശനാനുമതി നിഷേധിച്ച പരിശുദ്ധമായ ഹളറത്തുൽ ഖുദ്സിയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ജമാലും ജലാലും കാട്ടിക്കൊണ്ട് അഹദായ വഹദാനായ ഗഫാറായ ഖഹാറായ തമ്പുരാൻ ഹബീബായ നബിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അത് വലിയ മുഅ്ജിസത്താണ്. പക്ഷേ മുഅ്മിനെ അതിന്നു ചരിത്രമാണ്. ആ മുഅ്ജിസത്ത് ഇന്ന് ചരിത്രല്ലേ? ഹബീബായ നബിക്ക് വേണ്ടി ചന്ദ്രൻ പിളർന്നു, ചരിത്രമാ. അസ്തമിച്ച സൂര്യൻ മടങ്ങി വന്നു, ചരിത്രമാ. ആയാതുഹു വൽ മുഅ്ജിസാതു കസീറത്തുൻ ഷഹിദത് ബിസിഹതിഹാ ഉഖൂലുൽ ഹുസ്ദി അൽ ബദ്റു ശുഖ ബി അംരിഹി വശംസു ഗറബത് ലഹു റുദ്ദത് ബിഗൈരി തറദ്ദുദി വൽ വഹ്ശു വൽ അസ്ജാറു കസ്സജദത് ലഹു വഅലൈഹി കസ്സൽ بعد تشهدي ومن اليسير سقاوات عما جيشه حتى اكتفوا ويسيره لم ينفذي. ചന്ദ്രൻ പിളർന്നു, ശരിയാണത്, ചരിത്രമാണ്. അസ്തമിച്ച സൂര്യൻ മടങ്ങി വന്നു, ശരിയാണത്, ചരിത്രമാണ്. ഹബീബിന്റെ മുന്നിൽ വന്ന് മൃഗങ്ങൾ സുജൂദ് ചെയ്തു, വൃക്ഷങ്ങൾ സുജൂദ് ചെയ്തു, ചരിത്രമാണ്. അല്പം ഭക്ഷണം ആയിരങ്ങളെ മുത്തുനബി ഭക്ഷിപ്പിച്ചു, ശരിയാണ്, ചരിത്രമാണ്. ഖുർആനോ? ഖുർആൻ ഒരിക്കലും ചരിത്രാവൂല. ഖുർആൻ എന്നും പ്രസന്റിൽ നിലനിൽക്കുന്ന മുഅ്ജിസത്താണ്. അന്ന് സഹാബികളിൽ പലരും ഈ മുഅ്ജിസത്തൊക്കെ കണ്ടിട്ട് അവർ ഈമാൻ കൂട്ടിയിട്ടുണ്ട്. ശത്രുക്കൾ പലരും ഈ മുഅ്ജിസത്ത് കണ്ട് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി വിളിക്കുമ്പോൾ മൃഗങ്ങൾ വരികയാണ്. ഹബീബായ നബിയോട് മൃഗങ്ങൾ സങ്കടം പറയാൻ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ചരിത്രല്ലേ? يا رسول سلام يا حبيب سلام صلوات الله عليكم. ഹബീബിന്റെ അടുത്തേക്ക് വന്ന മൃഗങ്ങൾ അനവധിയാണ്. ഹബീബ് വിളിച്ചപ്പോൾ വന്ന മരങ്ങൾ അനവധിയാണ്. മൗലായ സല്ലി വസല്ലം على حبيبك خير الخلق كلهم. അതൊക്കെ ചരിത്രമായി പോയി. എങ്കിൽ ഖുർആനോ? ഖുർആൻ ഒരിക്കലും ചരിത്രമാകില്ല. ഖുർആന്റെ വെല്ലുവിളി ഇന്നും പരിശുദ്ധ ഖുർആനിൽ നിലനിൽക്കുന്നുണ്ട്. ഖുൽ ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലി വദഉ ശുഹദാഅകും ഇൻ കുൻതും സാദിഖീൻ. ഈ ഗ്രന്ഥം ഇത് മുഹമ്മദ് കെട്ടിച്ചമച്ചതാണെന്നൊരു വാദം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതിന് സമാനമായി നിങ്ങൾ കൊണ്ടുവരൂ. മൊത്തത്തിൽ കൊണ്ടുവരാൻ കഴിയില്ലെങ്കിൽ ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരൂ. നിങ്ങൾക്ക് ഒറ്റക്ക് കഴിയൂലെങ്കിൽ നിങ്ങൾ ജിന്നുകളെയും കൂട്ടിക്കൊള്ളൂ.
ഖുൽ ലഇൻ ഇജ്തമഅത്തിൽ ജിന്നു വൽ ഇൻസു അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅതൂന ബിമിസ്ലിഹി. മനുഷ്യർ മാത്രമല്ല ജിന്നുകൾ ഉൾപ്പെടെ ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നടക്കൂല എന്ന് ഖുർആന്റെ വെല്ലുവിളിയാണ്. അതിനൊക്കെ പലരും ശ്രമം നടത്തി. ഏതിന്? ഖുർആന്റെ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് മുസ്ലിമീങ്ങളെയും ഖുർആനെയും തകർക്കാനുള്ള വഴി ആ ഖുർആന് സമാനമായ ഒരു ഗ്രന്ഥമുണ്ടാക്കലാണ്. അതിന് എന്ത് വില കൊടുത്തും നമ്മൾ സന്നദ്ധരാകണമെന്ന് തീരുമാനിച്ച് അതിനുള്ള ശ്രമം നടത്തിയിട്ട് അവസാനം എന്തേ ഉണ്ടായി? അമേരിക്കയിലെ മെക്സിക്കോ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ടെക്സാസ് സംസ്ഥാനത്ത് ഫോർട്ട് വർത്ത് ഗ്രാമത്തിൽ ഒരു പ്രൊട്ടസ്റ്റന്റ് കുടുംബത്തിൽ പിറന്ന ഗ്രേജിനോക്സ് വലിയ ക്രിസ്ത്യൻ പാതിരിയായിരുന്നു, വലിയ ക്രിസ്ത്യൻ പണ്ഡിതനായിരുന്നു. അയാൾ ഖുർആന്റെ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറായി. അയാൾ അറബി സാഹിത്യം പഠിച്ച് അറബി സാഹിത്യം എല്ലാം അയാൾ പഠിച്ചു. അവസാനം ഖുർആനിലെ സൂറത്തുകൾക്ക് സമാനമായ സൂറത്തുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. അവസാനം അയാൾ മുട്ടുമടക്കി പേന നിലത്ത് വെച്ചു. അയാൾ വിളിച്ചു പറഞ്ഞതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഗ്രേജിനോക്സ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. വലിയ ലൈബ്രറികൾ സ്ഥാപിച്ച് അമേരിക്കയിൽ ഇസ്ലാമിക ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഖുർആൻ എന്നെന്നും നിലനിൽക്കുന്ന മുഅ്ജിസത്താണ്. അതിന് സമാനമായത് കൊണ്ടുവരാൻ ശ്രമം നടത്തിയവർ പലരും ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോ അറബിയിലെ ഏറ്റവും വലിയ ഡിക്ഷണറി ഏതാ? അറബി ടു അറബി ഡിക്ഷണറി. അത് മുൻജിദാണ്. അതുണ്ടാക്കിയത് ഒരു മുസ്ലിം അല്ലല്ലോ, അതുണ്ടാക്കിയത് ലൂയിസ് മാലൂഫ് എന്ന് പേരുള്ള ഒരു ക്രിസ്ത്യൻ പണ്ഡിതനാണ്. എന്തുണ്ടാക്കിയത്? ഏറ്റവും വലിയ അറബി ഡിക്ഷണറി. അറബിയിൽ വാക്ക് കൊടുക്കും, അതിന് അറബിയിൽ തന്നെ അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും കൊടുക്കുന്ന അൽ മുൻജിദ് എന്ന ആ വലിയ ഡിക്ഷണറി ഉണ്ടാക്കിയത് ഒരു മുസ്ലിമല്ല, ക്രിസ്ത്യൻ പണ്ഡിതനാണ്. എന്നിട്ടെന്തേ അവർക്കൊന്നും പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾക്ക് സമാനമായ സൂറത്ത് കൊണ്ടുവരാൻ കഴിയാത്തത്? ഇതെന്നും ലൈവാണ്, ഇതെന്നും നിലനിൽക്കുന്ന മുഅ്ജിസത്താണ്. അതുകൊണ്ട് നമ്മൾ ഖുർആന്റെ അഹ്ലുകാർ ഈ ടോർച്ച്, ഈ വെളിച്ചം കയ്യിലുണ്ടായിട്ട് അതടിക്കാതെ ഇരുട്ടത്ത് നമ്മൾ നടക്കരുത്. നമ്മളിൽ പലരും ഇന്ന് ചെയ്യുന്നത്, ഈ വെളിച്ചം നമ്മുടെ കയ്യിലുണ്ട്, ഈ ടോർച്ച് നമ്മളെ കയ്യിലുണ്ട്, പക്ഷേ വിഷജന്തുക്കളുള്ള ഇടവഴിയിലൂടെ ഇരുട്ടത്ത് നമ്മൾ ഇതടിക്കാതെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പറയാനുള്ള കാര്യം, ഖുർആനിലേക്ക് മടങ്ങുക, ഖുർആൻ പഠിക്കുക. മിനിമം ഒരു 5 കൊല്ലെങ്കിലും പഠിക്കാനുണ്ടാവും സൂറത്തുൽ ഫാത്തിഹ. അതിന് മാത്രം വിശാലമാണ് അതിന്റെ വ്യാഖ്യാനം. അത് കൃത്യമായി അതിന്റെ വിശദീകരണത്തിലൂടെ നമ്മൾ പോകുമ്പോൾ 3-4 കൊല്ലം കൊണ്ടോട്ടിയിൽ ആഴ്ച തോറുമുള്ള ക്ലാസ്സിൽ നമ്മൾ ഫാത്തിഹയാണ് വിശദീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും സുന്നി മഹലിൽ നടക്കുന്ന ക്ലാസ്സിൽ സൂറത്തുൽ ലുഖ്മാനാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. 2 കൊല്ലായി. പക്ഷെ ഇപ്പോഴും അതെവിടെ എത്തിയിട്ടില്ലല്ലോ. ഞാൻ പറയുന്നത്, ഖുർആന്റെ ഉള്ളർത്ഥങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകണം. അള്ളാഹുവിന്റെ ഖുർആന്റെ അഹലുകാരായി നമ്മൾ മാറണം. ഇന്ന ലില്ലാഹി അഹ്ലീന ഫിൽ അർള്. ഭൂമിയിൽ അള്ളാഹുവിന് ചില കുടുംബങ്ങളുണ്ട്. സഹാബികൾ ചോദിച്ചു, ആരാ നബിയെ അള്ളാഹുവിന്റെ കുടുംബങ്ങൾ? അതിന് മുത്തുറസൂൽ കൊടുത്ത മറുപടി, ഹും അഹ്ലുൽ ഖുർആൻ. അത് ഖുർആന്റെ അഹലുകാരാണ്. ഹും അഹ്ലുല്ലാഹി വഖാസത്തുഹു. അവർ അള്ളാഹുവിന്റെ പ്രത്യേകക്കാരാണ്, അവർ അള്ളാഹുവിന്റെ ആളുകളാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ ഈ മുബാറക്കായ ഒരു സ്ഥാപനം ഇവിടെ പറഞ്ഞല്ലോ, മഹാനായ അർമിയ ഉസ്താദ് എത്രയാണ് ഈ സ്ഥാപനത്തെ സ്നേഹിച്ചിട്ടുള്ളത്. അവരുടെ ആത്മീയമായ സഹായം തീർച്ചയായും നമുക്കുണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഇവിടെ വെച്ച് ഈ ക്ലാസ് പ്രിയപ്പെട്ടവരെ ഇനി നടക്കുന്നുവെങ്കിൽ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഈ സ്ഥാപനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടണം. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മൾ പഠിക്കണം. എല്ലാം കൂടി ഒറ്റടിക്കൊന്നും പഠിക്കാൻ കഴിയില്ലെങ്കിലും ആ ഒരു വെളിച്ചം അല്പാൽപമായെങ്കിലും നമ്മളെ കൽബിലേക്ക് കിട്ടിയാൽ അത് വലിയ ഒരു മുതൽക്കൂട്ടാകും. ഒപ്പം ഖുർആന്റെ പേരിൽ ഒരുമിച്ച് കൂടിയിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ റബ്ബിനോട് തുറന്ന് പറയാലോ. ഈ മുഅ്മിനീങ്ങൾ പലരും ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ നിന്ന് നടത്തപ്പെടുന്ന ഒരു പ്രാർത്ഥനയുടെ പ്രാധാന്യം എത്രയാണ്. നമ്മൾ ഒറ്റക്ക് ദുആ ചെയ്യുന്നത് പോലല്ല.
അങ്ങനെ വിചാരിക്കേണ്ട. മുഅ്മിനീങ്ങൾ സംഗമിക്കുമ്പോൾ ഇന്നലി കുല്ലി അബ്ദിൻ മുഅ്മിനിൻ ദഅവത്തുൻ മുസ്തജാബത്തുൻ ഫീ കുല്ലി യൗം. ഓരോ മുഅ്മിനിനും ദിവസത്തിൽ ദുആക്ക് ഒരു ദുആക്ക് ഇജാബത്ത് ഉണ്ടാകും. ശ്രദ്ധിക്കണം. ഹബീബായ നബിതങ്ങൾ പറഞ്ഞു, വെള്ളിയാഴ്ചയിൽ ഒരു സമയമുണ്ട്, ആ സമയത്ത് ആര് ചോദിച്ചാലും അല്ലാഹു ഇജാബത്ത് കൊടുക്കും. മറ്റുള്ള ദിവസങ്ങളിലോ, മറ്റുള്ള ദിവസങ്ങളിൽ ഇന്നലി കുല്ലി അബ്ദിൻ മുഅ്മിനിൻ, ഓരോ മുഅ്മിനായ അബ്ദിനുമുണ്ട് ദഅവത്തുൻ മുസ്തജാബത്തുൻ ഫീ കുല്ലി യൗം, എല്ലാ ദിവസത്തിലും ഇജാബത്തുള്ളൊരു ദുആയുണ്ടെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളിൽ ഓരോരുത്തർക്കും ഒരു ദുആക്ക് ദിവസത്തിൽ ഒരു സമയമുണ്ട്, ആ സമയത്ത് വരുന്ന ഇജാബത്ത് കിട്ടും. അപ്പൊ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ പലരുടെയും ഇജാബത്തിന്റെ സമയം ഈ സമയത്താവാൻ ഏറെ സാധ്യത ഉണ്ട്.